ഓം ശ്രീനാരായണ പരമഗുരുവേ നമ. ഓം ശ്രീ ശാരദാംബികായൈ നമ. സദ്ഗുരുദേവ ദേവ നാരായണ, സദ്ഗുരുദേവ ദേവ സച്ചിത് സ്വരൂപമാർന്ന നാരായണ, സദ്ഗുരുദേവ ദേവ പുണ്യശ്രീ കുട്ടിയമ്മ തന്നുതരെ വന്നു പിറന്ന ദേവ, എന്നോട് താപമെല്ലാം ഒഴിക്കണേ സദ്ഗുരുദേവ ദേവ. ആനന്ദദായകനേ ഗുരുദേവ, ആശ്രിതവത്സലനേ ദീനാവന പ്രിയനേ, ശിവഗിരിനാഥനെ കൈതൊഴുന്നേ. ഗുരുവേരൻ പരതത്വ പ്രവാചകൻ, കരുണയാർന്നുള്ള നാരായണൻ ഗുരു, കരുണയാർന്നേകി ഞങ്ങൾക്കു നിൻ പദം. ശിവഗിരീശ്വരീ ശാരദേ പാഹി മാം. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരു തൃപാദപാദപദ്മങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിന്റെ നിറകുടമായ അമ്മ ശ്രീ ശാരദാംബ പാദപദ്മങ്ങളിൽ വന്ദനം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബത്തിലെ സ്നേഹനിധികളായ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ കൂട്ടായ്മയിൽ കർക്കിടക മാസം 1 മുതൽ കന്നി 5 വരെ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിന്റെ 44-ാം ദിവസമായ ഇന്ന് 55-ഉം 56-ഉം മന്ത്രത്തിന്റെ അർത്ഥവ്യാഖ്യാനം നടത്താനാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. 55-ഉം 56-ാമത്തെ മന്ത്രങ്ങൾ. ഓം നെടിയകിനാവിതു നിദ്ര പോലെ നിത്യം, കെടുമിതുപോലെ കിനാവുമിപ്രകാരം, കെടുമതി കാണുകയില്ല കേവലത്തിൽ, പെടുവതിനാലനിശം ഭ്രമിച്ചിടുന്നു. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറിയുയർന്നമർന്നിടുന്നു. മുടിവിതിനിങ്ങിതു ഹന്ത മൂലസംവിത്, കടലിലജസ്രവുമുള്ള കർമ്മമത്രേ. 55-ാം മന്ത്രത്തിന്റെ അർത്ഥം. നെടിയ കിനാവിത് നിദ്ര പോലെ നിത്യം, കെടുമിതുപോലെ കിനാവുമിപ്രകാരം എന്ന് പറഞ്ഞാല്, നെടിയ കിനാവിത് നിദ്ര പോലെ, ജീവിതം ഒരു നീണ്ട സ്വപ്നമാണ്. നമ്മൾ ഉറക്കത്തിൽ അനുഭവിക്കുന്ന കാണുന്ന കിനാവ് പോലെ ഉണർന്നെണീക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും അത് പോകും. സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ പേടിച്ചു നിലവിളിക്കും, ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യും, ഹിമാലയ സാനുക്കളിൽ കൂടി സഞ്ചരിക്കുന്നതായിട്ട് തോന്നും, ഭീകരമായ ദുരന്തത്തിൽ മരിച്ചു പോയതായിട്ടും നമുക്ക് തോന്നാം. നമ്മൾ ഇത് സ്വപ്നത്തിൽ യാഥാർത്ഥ്യമായിട്ടും, എന്നാൽ ഉറക്കമുണരുമ്പോൾ അവയെല്ലാം സങ്കല്പങ്ങളുമായിട്ട് നമുക്ക് മനസ്സിലാകും. ചുറ്റുപാടുകൾ തീർത്ത വേദനകളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും നമുക്ക് മുക്തരാകാൻ കഴിയണം. അതിന് എന്താണ് വേണ്ടത്? ഭ്രമം വിട്ട് സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് എണീക്കണം എന്നാണ് തൃപാദങ്ങൾ ഈ മന്ത്രത്തിൽ കൂടി പറയുന്നത്. നെടിയകിനാവിതു നിദ്ര പോലെ നിത്യം, കെടുമിതുപോലെ കിനാവുമിപ്രകാരം, കെടുമതി കാണുകയില്ല കേവലത്തിൽ, പെടുവതിനാലനിശം ഭ്രമിച്ചിടുന്നു. ഇനി അടുത്തത് 56-ാമത്തെ മന്ത്രം നോക്കാം. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറിയുയർന്നമർന്നിടുന്നു. മുടിവിതിനിങ്ങിതു ഹന്ത മൂലസംവിത്, കടലിലജസ്രവുമുള്ള കർമ്മമത്രേ. ഇതിന്റെ അർത്ഥം. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടൻ ഏറി ഉയർന്നമർന്നിടുന്നു എന്ന് പറഞ്ഞാല്, കടലിൽ തിരകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത് പോലെ ഓരോരോ ശരീരം
ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായി നിലനിന്ന് മറയുന്നു. അതായത് അടുത്തത് മുടി വിതിനെങ്ങ്. ഇത് ഹന്ത എന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയയ്ക്ക് ഒരു അന്ത്യം എവിടെയാണ്? ഇതൊരു ആശ്ചര്യം തന്നെയാണ്. അതായത് ഓരോ ശരീരം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ. അടുത്തത് മൂല സംവിത്. കടലിൽ അജസ്രവും ഉള്ള കർമ്മമത്രേ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മൂല കാരണമായ പ്രജ്ഞാസാഗരത്തിൽ എന്നെന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർഗപ്രക്രിയ ആണിത്. അതായത് കടലിൽ തിരകൾ സ്വാഭാവികമാണെന്ന് നമുക്കറിയാം. പക്ഷെ കടലിൽ തിരയില്ലാതായി കഴിഞ്ഞാലോ പിന്നെ അത് കടലല്ലാതാകും. വിശാലമായ കടലിൽ ഒരു തിരയ്ക്കും ശാശ്വതമായ നിലനിൽപ്പില്ല. കടലിലെ ജലം തിരയുടെ ആകാരം കൊണ്ട് കുറച്ചു നേരം നിലനിന്നിട്ട് അത് പിന്നെ കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കടലിലെ ഈ പ്രക്രിയയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം വരുന്നില്ല. ഇങ്ങനെ നടക്കുന്ന ഈ സർഗപ്രക്രിയ ഒരു ആശ്ചര്യം തന്നെയാണെന്നാണ് തൃപ്പാദങ്ങൾ ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. അതായത് ഈ പ്രക്രിയയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ച സർജന പ്രക്രിയയും ഇതുപോലെ തന്നെയാണ്. പ്രപഞ്ച ദൃശ്യങ്ങൾ തരംഗങ്ങളെ പോലെയാണ്. ഓരോ രൂപവും ഒരു ശരീരമാണ്. അണു മുതൽ മഹാപർവ്വതങ്ങൾ വരെ സംവിത് സാഗരത്തിലെ ഓരോരോ ശരീരങ്ങളാണ്. മൂല സംവിത് കടലിലാണ് പ്രാപഞ്ചിക തരംഗങ്ങൾ രൂപം കൊള്ളുന്നത്. ഇവിടെ സംവിത് എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പോൾ അറിവിനെയും ആത്മാവിനെയും നന്നായി അറിയണം. ആത്മസാഗരത്തിലാണ് നിരന്തരമായി ലോകസർജനം നടക്കുന്നത്. എൻ്റെ ഈ ചെറിയ വാക്കുകൾ തൃപ്പാദപദ്മങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഭഗവാന്റെയും അമ്മ ശ്രീ ശാരദാംബയുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.